ആട്ടിൻ സൂപ്പ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ആട്ടിൻ സൂപ്പ് കഴിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പലർക്കും അറിയത്തില്ല. ആഴ്ചയിൽ 2 ദിവസം ആട്ടിൻ സൂപ്പ് കഴിക്കുന്നത് ശരീരത്തിന് ഏറെ ഗുണകരമാണ്. എന്താ കാരണം എന്നറിയോ? ആട്ടിൻ സൂപ്പിനകത്ത് നമ്മൾ ആട്ടിന്റെ മാംസവുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ഗുണകരമായിട്ടുള്ള ഘടകങ്ങൾ ഒരുപാടുണ്ട്. മാംസത്തിനകത്ത് പ്രോട്ടീനാണ് ഏറ്റവും പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ളത്. പ്രോട്ടീൻസ്, വൈറ്റമിൻ B12, വൈറ്റമിൻ A ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആട്ടിന്റെ എല്ല്, പ്രത്യേകിച്ച് ആട്ടിന്റെ കാലിന്റെ എല്ലെല്ലാം നമ്മൾ സൂപ്പ് വെച്ച് കഴിക്കുന്ന സമയത്ത് അതിന്റെ മജ്ജയ്ക്കകത്തുള്ള ഗുണകരമായിട്ടുള്ള ഘടകങ്ങൾ ഈ സൂപ്പിന്റെ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങുകയും അത് കുടിക്കുന്ന വഴിക്കാണ് നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ കിട്ടുന്നത്. പ്രത്യേകിച്ച് ജലാറ്റിൻ, കൊളാജൻ പോലുള്ള പ്രോട്ടീൻ ഘടകങ്ങളാണ് ഈ ഗുണം ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിന്റെ ചുളിവ് മാറ്റുന്നതിന്, നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന്, നമ്മുടെ എല്ലുകളുടെയും നമ്മുടെ മജ്ജയുടെയും ഒക്കെ ഉറപ്പിന്, നമ്മുടെ മസിലുകൾക്ക് ആരോഗ്യത്തോടെ ഫോം ചെയ്യുന്നതിന് ജലാറ്റിനും കൊളാജനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ തലച്ചോറിനകത്തുള്ള പല ഹോർമോണുകളുടെ പ്രവർത്തനത്തിനും ജലാറ്റിനും കൊളാജനും വേണം. കൂടാതെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കോൺട്രോയിറ്റിൻ സൾഫേറ്റ് അത് നമുക്ക് ഏറെ, പ്രത്യേകിച്ച് നമ്മുടെ ജോയിന്റ്സിന് വളരെ ബെനിഫിഷ്യൽ ആണ്. നിങ്ങൾക്ക് വിട്ടുമാറാതെ ജോയിന്റ് പെയിൻ ഉണ്ട്, സന്ധിവേദനകളുണ്ട്, എല്ല് തേയ്മാനത്തിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ മട്ടൺ സൂപ്പ് കഴിക്കുന്ന വഴിക്ക് ഈ ജലാറ്റിൻ, കൊളാജിൻ, കോൺട്രോയിറ്റിൻ സൾഫേറ്റ് നിങ്ങളുടെ ജോയിന്റ്സിനുണ്ടാകുന്ന നീർക്കെട്ട് പെട്ടെന്ന് മാറ്റുന്നതിന് സഹായിക്കുകയും എല്ല് തേയ്മാനത്തിന് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. ഇവിടെ കൊണ്ട് അതിന്റെ ഗുണം കഴിയുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഗ്ലൈസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഗ്ലൈസിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഒന്ന്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, തൊണ്ടവേദന, മൂക്കടപ്പ് പോലുള്ള അസുഖങ്ങൾ വരുന്ന കൊച്ചുകുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വയസ്സായവർക്കാണെങ്കിലും ആട്ടിൻ സൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ വരുന്ന ടെൻഡൻസിയെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഗ്ലൈസിൻ നമ്മുടെ കുടലിന്റെ, നമ്മുടെ ആമാശയത്തിന്റെയും ഇൻഡസ്റ്റൈന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. ഈ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറിന് ഇൻഫെക്ഷൻ വരുന്നു, ഗ്യാസ് ശല്യം, വയറിന്റെ ഉദര രോഗങ്ങൾ വരുന്ന ആൾക്കാർക്ക് ആ ടെൻഡൻസി മാറ്റുന്നതിന് സഹായിക്കും. എന്നാൽ ആട്ടിന്റെ സൂപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അനാവശ്യമായിട്ട് കൃത്രിമമായിട്ടുള്ള ടേസ്റ്റ് മേക്കേഴ്സോ കളേഴ്സോ ചേർക്കാതിരിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മസാലകളും ഉപ്പും അത്യാവശ്യം പച്ചക്കറിയോ ഉള്ളിയോ ചേർത്തിട്ട് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും ആരോഗ്യകരം. ഏറ്റവും എഫക്റ്റീവായിട്ട് ആട്ടിന്റെ സൂപ്പ് ശരീരത്തിന് ഗുണകരമാവണമെന്നുണ്ടെങ്കിൽ അത് ബോൺ ബ്രോത്ത് ആക്കി ഉപയോഗിക്കുക. അതായത് പ്രഷർ കുക്കറിൽ ഉപയോഗിക്കാതെ നിങ്ങൾ ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ സ്ലോ ആയിട്ടുള്ള കുക്കിംഗ് വഴിക്കാണ് മാക്സിമം ഈ കൊളാജനും കോൺട്രോയിറ്റിൻ സൾഫേറ്റ് എല്ലാം ഈ ഫ്ലൂയിഡിലേക്ക് ഇറങ്ങുന്നതും ഗുണകരമാകുന്നതും. സ്ലോ കുക്കിങ്ങിൽ ഉണ്ടാക്കുന്ന ആട്ടിന്റെ ബോൺ ബ്രോത്ത് കഴിക്കുക, ആരോഗ്യം നേടുക.